ഹായ് ഓൾ, ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, ടൈറ്റാനിക്. സോറി, എക്സ്പ്രഷൻ മാറിപ്പോയി. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, ടൈറ്റാനിക്. എന്താ പറയുക, വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിയേറ്ററിലിരുന്ന് ഉറങ്ങിപ്പോയ ഒരു സിനിമയാണ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ വളരെ ക്ലീഷേ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ഒരു മഞ്ഞുമലയുടെ മുകളിൽ ഒരു കപ്പൽ വന്നിടിക്കുന്നു, ആ കപ്പലിൽ നിന്നും ഒരുപാട് ആളുകൾ മരിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ പഴഞ്ചൻ കോൺസെപ്റ്റിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സിനിമയാണ്. ജെയിംസ് കാമറൂൺ റിട്ടൺ ആൻഡ് ഡയറക്ടർ ലിയോനാർഡോ ഡി കാപ്രിയ, കേറ്റ് എന്നിവർ ജോഡികളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ. വളരെ എന്താ പറയുക, വളരെ ശോകമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത്, നമ്മൾ ചങ്ങമ്പുഴയുടെ കാലഘട്ടം മുതലേ പറഞ്ഞ് പഴകിയ ഒരു കോൺസെപ്റ്റാണ്. അതായത് പണക്കാരിയായിട്ടുള്ള നായിക, ദരിദ്രനായിട്ടുള്ള നായകൻ, ഇവർ തമ്മിലുള്ള പ്രണയം, ഇതൊക്കെ എത്ര സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന ഈ സിനിമയിൽ ഈ ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന ഡയറക്ടർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇനിയും ഒരുപാട്, നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലാണ് സുഹൃത്തെ ജീവിക്കുന്നത്? നിങ്ങളൊക്കെ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സിനിമകളൊക്കെ ഇപ്പോൾ ഏതോ ലെവലിൽ എത്തി നിൽക്കില്ലേ? നിങ്ങളൊക്കെ ഇപ്പോഴും ആ പഴയ സ്കൂളിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശോകമായിട്ടുള്ള എക്സ്പ്രഷനാണ്. പ്രത്യേകിച്ച് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളുകൾ. കപ്പൽ മുങ്ങുന്ന സീനിൽ ഒരുപാട് ആളുകൾ ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഈ സമയത്തൊക്കെ പലരും കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വളരെ ഒട്ടും അഭിനയം അറിയാത്ത ആളുകളെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കപ്പലിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വീണ അയാളെ തല ഫാനിലിടിച്ച് മരിക്കുന്ന ഒരു സീനുണ്ട്. ഈ സീനിലൊക്കെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ശോകമാണ്. പിന്നെ ഇതുപോലെ ഇവർ കോമഡിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡി ആയിരിക്കുന്നത്. അതായത് നായകനും നായികയും കൂടെ കപ്പലിൻ്റെ ഫ്രണ്ട് പോയി നിന്നിട്ട് കടലിലേക്ക് തുപ്പുന്നു. അതായത് നായിക ആദ്യം എന്ന് പറഞ്ഞ് തുപ്പുന്നു. അപ്പോൾ നായകൻ പറഞ്ഞു ഞാൻ അതിലപ്പുറം എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് നായകൻ എന്ന് പറഞ്ഞിട്ട് നായകൻ തുപ്പുന്നു. ഇതാണ് ഒരുതരം എന്താ പറയുക, തുപ്പൽ കോമഡി. നമ്മൾ പണ്ട് ഈ പഴത്തൊലിയിലൊക്കെ ചവിട്ടി വീഴുന്ന കോമഡികളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ ഒരു തുപ്പൽ കോമഡി, ഒട്ടും നിലവാരമില്ലാത്ത രീതിയിലുള്ള കോമഡികളാണ് ഇവർ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇവർ സീരിയസ് ആയിട്ട് ചെയ്തൊരു സാധനം ഭയങ്കര കോമഡി ആയിട്ടും ഉണ്ട്. അതായത് കപ്പൽ മുങ്ങുന്ന സീനിൽ കുറേ ആളുകൾ ഒന്ന് വയലിൻ വായിക്കുന്നുണ്ട്. ഇവർ വളരെ സീരിയസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീനാണ്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ചിരിയാണ് വരിക. കാര്യം, ഒരു കപ്പൽ മുങ്ങുമ്പോൾ ആരെങ്കിലും വയലിൻ വായിക്കുമോ? അതായത് പുര കത്തുമ്പോൾ വാഴ നടുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള അത്തരത്തിലുള്ള ഒരു പരിപാടിയായിപ്പോയി. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ മിമിക്രിക്കാരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പാട്ടുകളൊക്കെ വളരെ ശോകമാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്ന തരത്തിലുള്ള എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് പാടി ആളെ പോയി തല്ലാൻ വരെ തോന്നിപ്പോകും. കാരണം ഇതിൻ്റെ മ്യൂസിക് കോമ്പോസിഷനും ഓർക്കസ്ട്രേഷനും അതിൻ്റെ ലിറിക്ക് പോലും ശരിയായിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ ഇതിലെ വില്ലൻ വളരെ നിരാശപ്പെടുത്തിയ ഒരു പ്രകടനമാണ് വില്ലൻ കാഴ്ചവെച്ചത്. കാര്യം, പുള്ളിയുടെ ഒരു പുച്ഛഭാവമൊക്കെ വളരെ ശോകമായിട്ടുണ്ട്. കാര്യം, പുള്ളി കൊടുത്ത പുച്ഛഭാവം അങ്ങനെയല്ല, ശരിക്കും പുച്ഛം അങ്ങനെയല്ല കൊടുക്കേണ്ടത്. നമ്മൾ ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്, അതൊക്കെ പുള്ളി ഒന്ന് നോക്കി റെഫർ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല പുച്ഛഭാവം കിട്ടുമായിരുന്നു. എന്തായാലും നിങ്ങൾ മിസ്റ്റർ ജെയിംസ് കാമറൂൺ, എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഡയറക്ഷൻ പഠിക്കുക. ഡയറക്ഷൻ പഠിച്ചതിന് ശേഷം സിനിമ എടുക്കാൻ വരിക. അല്ലാതെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഇത്തരം ഒരു മോശം സിനിമ കണ്ട അവസ്ഥ ദയവ് ചെയ്തിട്ട് ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഓവറോൾ ടൈറ്റാനിക് വളരെ ബോർ സിനിമയാണ്.